ഇത് ഉപയോഗപ്പെടുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഉപയോഗപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് തുറക്കാം. ഡിഗ്രി ലെവലിൻ്റെ എൻ്റെ ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷാണ്, ബേസ്ഡ് ഓൺ NCERT ആൻഡ് SCERT. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയും ടെക്സ്റ്റ് ബുക്ക്, സ്കൂൾ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റെഫറൻസ് ആവശ്യമുള്ള സമയത്തും പഠിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്. 200 വോളിയം 1 2350 രൂപ ഇട്ടിട്ടുണ്ട്. എനിക്ക് 2115 രൂപയ്ക്കാണ് ഇത് ആ കടയിൽ നിന്ന് കിട്ടിയത്. എന്തോ ഓഫറിൽ അവർ കുറച്ച് തരും. ഇതാണ് ബുക്ക്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻ്റ് ആക്ട്, ഗവേണൻസ്, എക്കണോമിക്സ്. ഇത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്ത് ഇനിയുണ്ട്. ഇത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, കമ്പ്യൂട്ടർ, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഇത് ഫൈനൽ ബുക്ക്. കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇംഗ്ലീഷ്, മലയാളം. എനിക്ക് തോന്നുന്നു കേരള അഡ്മിനിസ്ട്രേഷൻ ഞാൻ ഇതിൽ കണ്ടില്ല എന്ന് തോന്നുന്നു. ഈ ഗവേണൻസി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിനൊക്കെ കേരള അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇനി അടുത്ത് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 1-2 ബുക്ക് കൂടി വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കേണ്ടി വരും. തൽക്കാലം ഞാൻ ഇത് വാങ്ങിച്ച് വെച്ചു എന്നേ ഉള്ളൂ. പഠിക്കണത് ഇതിൻ്റെ മലയാളം വെച്ച് തന്നെ ആയിരിക്കും. ചില സബ്ജക്റ്റുകൾ മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് വെച്ച് പഠിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ ബ്രദർ PSCക്ക് പഠിക്കുന്നുണ്ട്, അപ്പോൾ അവന് വേണമെങ്കിലും കൊടുക്കാം, എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഉപകാരപ്പെട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് ഇന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. നോക്കാം.